പുള്ളി പറഞ്ഞ ഔദ്യോഗിക വാഹന സ്ഥലത്തില്ലാത്തതിന്റെ പേരിൽ അതിന് വരവിന് ഒഫീഷ്യൽ പവർ ഉണ്ടാവൂല. അപ്പൊ അങ്ങനെ വരാൻ പറ്റില്ല എന്നാണ് പുള്ളി അറിയാം. അല്ല വണ്ടിയിൽ ഏതെങ്കിലും വണ്ടിയിൽ ബീക്കൺ ലൈറ്റ് എടുത്ത് വെച്ചോളാൻ പറ. അങ്ങനെയൊക്കെ ഏതെങ്കിലും വണ്ടിയിൽ ബീക്കൺ ലൈറ്റ് ഒക്കെ എടുത്ത് വെച്ചോളാൻ പറ. അങ്ങനെ അവര് പറഞ്ഞു അങ്ങനെ ആരും തിരിഞ്ഞു നോക്കാൻ പറ്റാ. തിരിഞ്ഞു നോക്കാൻ ഈ MVD ഉദ്യോഗസ്ഥന്മാര് ചില സമയത്ത് പിഴയടിക്കാൻ പറ്റുന്നത് അവരുടെ സ്വന്തം കാറിലാണല്ലോ. അത് അവരുടെ അപ്പൊ ഈ ഒളിച്ചിരുന്ന് ഫോട്ടോ എടുക്കണ അവരുടെ ഒഫീഷ്യൽ ക്യാമറയിലല്ലോ, മൊബൈൽ ഫോണിലാണല്ലോ. അതൊക്കെ അതെന്താ അന്നേരം നിയമം ബാധകമല്ലേ? ഇപ്പൊ ഈ വണ്ടി ഓടിക്കണ പയ്യന് 21 വയസ്സുള്ളൂ. ഡ്രൈവർ എന്ത് ചെയ്യുന്നുണ്ട്? ഇവിടെ എങ്ങനെ ഉണ്ടായി 21 വയസ്സുള്ള ഒരു പയ്യനാണ് വണ്ടി ഓടിക്കാൻ നിർത്തിയാണ്. മേഖലയിൽ മുന്നേ എക്സ്പീരിയൻസ് ഒന്നുമില്ല, അതിന്റെ ഒന്നും ആവശ്യമില്ല. നേരിട്ട് ഡ്രൈവിംഗ് സ്കൂളിൽ നിന്ന് നേരിട്ട് ഉള്ള അപ്പോയിന്റ്മെന്റ് ആണ് ഓടിച്ച് പഠിക്കാൻ വേണ്ടി. മനസ്സിലായോ? ഞങ്ങള് ഇതിപ്പോ പെരുമ്പാവൂർ മുതൽ വണ്ടിയുടെ പുറകിലുണ്ട്. വളരെ മാന്യമായിട്ടുള്ള ഡ്രൈവിംഗ് ആയിരുന്നു പറയാം. ഒന്നും വിളിച്ചിട്ട് ഇവരാരും തിരിഞ്ഞു നോക്കണ്ടേ? ഇവിടെ നിൽക്കണം 3 മണിക്ക്. ഞാൻ 4:30 മണിക്ക് ഞാൻ വന്നപ്പോ ഇവിടെ പോലീസ് വണ്ടി ഇവിടെ കിടപ്പുണ്ടായില്ല. അതിപ്പോ വന്നാണ് അവര് പെട്രോളിങ്ങിന് വന്നതിന്റെ ഭാഗമായിട്ട് വന്നതാണ്. ഞാൻ 4:30 മണിക്ക് മുടിക്കല് പോയി നിൽക്കണേണ് ഈ വണ്ടിയിൽ ഓടി വരുന്നത്. അപ്പം മുതൽ വിളിച്ചിട്ട് ഒരാളും വളരെയധികം സന്തോഷം കിട്ടുന്ന ഒരു കാര്യമാണ്. എന്തു പറയാ, അവർക്ക് വരാനും ഓപ്ഷൻ ഇല്ല. അത് അറിയില്ല, ഓപ്ഷൻ ഇല്ല. ഇതിപ്പോ തടഞ്ഞിട്ട് വെച്ച് കഴിഞ്ഞപ്പോ ഇപ്പൊ എന്താ പറയണ? ഒന്നും പറയാനില്ല. ഞങ്ങള് സ്റ്റേഷനുമായിട്ട് ബന്ധപ്പെട്ട് നമ്മുടെ MVD ഉദ്യോഗസ്ഥനെ ഒന്നുകൂടി വിളിച്ചു നോക്കി. വിളിച്ചിട്ട് എടുക്കൂല. വിളിച്ചു നോക്ക് എന്താ പറയണെന്ന് കേക്കട്ടെ. എന്തായിരുന്നു വിഷയം? ഇത് വിഷയം എന്ന് വെച്ചാലേ അതർ സ്റ്റേറ്റ് രജിസ്റ്റർ ചെയ്തേക്കണ ഒരു വണ്ടിയാണ്. തമിഴ്നാട് വണ്ടിയാണ്. ഈ വണ്ടി ഇവിടെ എറണാകുളത്ത് കിടന്ന് നമ്മുടെ വല്ലാർപാടം പോർട്ടിൽ നിന്ന് ലോഡ് എടുത്ത് പെരുമ്പാവൂർ, ആലുവ, കളമശ്ശേരി ഭാഗത്തേക്ക് അങ്കമാലിക്കൊക്കെ ഓടിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഈ കമ്പനിക്ക് ഈ വണ്ടി മാത്രമല്ല, ഒരുപാട് വണ്ടികളുണ്ട്. അപ്പൊ അതിന്റെയൊക്കെ ഏകദേശം ലിസ്റ്റുകളൊക്കെ ഞങ്ങളുടെ കയ്യിലുണ്ട്. എത്ര വണ്ടി ഉണ്ടെന്നുള്ളതും, ആന്ധ്രാപ്രദേശ് രജിസ്റ്റർ ചെയ്ത വണ്ടിയുണ്ട്, ഗുജറാത്ത് രജിസ്റ്റർ ചെയ്ത വണ്ടികളുണ്ട്, തമിഴ്നാട്ടിൽ രജിസ്റ്റർ ചെയ്ത വണ്ടിയുണ്ട്, കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ ഇവരുടെ ഞങ്ങള് അസോസിയേഷനായിട്ട് ബന്ധപ്പെട്ട് ഞങ്ങളുടെ ഓണേഴ്സ് അസോസിയേഷൻ ഉണ്ട്. അസോസിയേഷനായിട്ട് ബന്ധപ്പെട്ട് വല്ലാർപാടം ട്രക്ക് ഓണേഴ്സ് അസോസിയേഷൻ. അപ്പൊ ഞങ്ങൾ ഇവരുടെ ഓഫീസിൽ കോസ്റ്റ ഷിപ്പിംഗ് എന്ന് പറയുന്ന ഓഫീസിൽ ഞങ്ങൾ പോയിട്ടുണ്ടായിരുന്നു. പോയി ഇതിന്റെ ഓണർ അലക്സ് എന്ന് പറയുന്ന വ്യക്തിയായിട്ട് ഞങ്ങൾ സംസാരിച്ചതാണ്. സംസാരിച്ചതിന്റെ അടിസ്ഥാനത്തിൽ പുള്ളി ഞങ്ങളോടൊന്ന് പറഞ്ഞ് ഇനി മുതൽ പുള്ളി അതർ സ്റ്റേറ്റ് വണ്ടികൾ കേരളത്തിലിട്ട് ലോക്കൽ ഓടില്ല എന്ന് ഞങ്ങൾക്ക് വാക്ക് തന്നാണ്. ഇതിപ്പോ അത് പറഞ്ഞ് ഒരു 2 ദിവസം കഴിഞ്ഞതിന് ശേഷം പുള്ളി ഒരു തരം കളിയാക്കണ രീതിയിൽ പുള്ളി പിന്നെ സ്ഥിരമായിട്ട് വാശിക്ക് ഓടണേണ്. പുള്ളി സ്ഥിരമായിട്ട് ഓടിക്കൊണ്ടിരിക്കുകയാണ്. ഞങ്ങള് അപ്പൊ ഇത് നിർത്തലാക്കണമല്ല. നമുക്ക് പേഴ്സണലി ഒന്നും ചെയ്യാൻ പറ്റില്ല, അതിനുള്ള കഴിവൊന്നും നമുക്കില്ല. നമ്മളെല്ലാവരും സാധാരണക്കാരാണ്. അപ്പൊ നമ്മള് ഇതിന്റെ ഫോട്ടോകള്, കാര്യങ്ങള്, ലൊക്കേഷൻ എല്ലാം എടുത്തിട്ട് പല തവണയായിട്ട് ഇവിടെ കളമശ്ശേരിയിൽ നമ്മുടെ ഫാൾക്കന്റെ അപ്പുറത്ത് സോളാർ ലോഡർ അവിടെ വണ്ടി കിടക്കണതിന്റെ ഫോട്ടോയും വീഡിയോയും ലൊക്കേഷൻ സഹിതം MVDയുടെ വാട്സപ്പ് നമ്പർ ഉണ്ട്. നമുക്ക് എല്ലാവർക്കും പരാതിപ്പെടാം. ഇപ്പൊ ബസ്സുകള് റോട്ടില് മിസ്ബിഹേവ് ചെയ്യണത്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ റിപ്പോർട്ട് ചെയ്യാൻ പറ്റും. അപ്പൊ അതിനൊക്കെ നടപടികൾ ഉണ്ടാവുന്നുണ്ട്. ഇതിനും ഒരു നടപടി ഉണ്ടാകാൻ വേണ്ടി ഞങ്ങൾ പരാതിപ്പെട്ടു. ഇന്നലെ പരാതിപ്പെട്ടായിരുന്നു, ഇന്ന് പരാതിപ്പെട്ടായിരുന്നു, ഇതിനു മുമ്പും പരാതിപ്പെട്ടായിരുന്നു. ഇതുവരെ ഇവരുടെ ഒരു വണ്ടി പോലും പിടിച്ചിട്ട് ഒരു രൂപ ഫൈൻ കൊടുത്തിട്ടില്ല. ഇതില് ഫൈൻ പിടിക്കണം എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പൊ സംഭവം ഈ വണ്ടി കേരള രജിസ്ട്രേഷൻ അല്ലാത്തതിന്റെ പേരിൽ ഇതിന് ടാക്സ് ഇവിടെ അടക്കണതിന്റെ നേർപകുതി ടാക്സ് ഉള്ളൂ. ഇവിടെ ഒരു 12 കിലോ വണ്ടിക്ക് ഏകദേശം നമ്മൾ ക്ഷേമനിധിയും എല്ലാ സാധനവും അടക്കം, ക്ഷേമനിധിയും ടാക്സും എല്ലാ സാധനവും അടക്കം, ഇപ്പൊ നമ്മൾ ഒരു കൺസൾട്ടന്റ് മുഖാന്തരമാണ് ടാക്സ് അടക്കണമെന്നുണ്ടെങ്കിൽ ഒരു 18,000 രൂപ എടുത്ത് നമുക്ക് ചെലവ് എന്നതാണ്. 18,000 രൂപ 3 മാസത്തേക്ക് ഒരു ക്വാർട്ടർലി 18,000 ചില്ലാനം രൂപ നമുക്ക് ചെലവ് എന്നതാണ്. ഇത് നേരെ മറിച്ച് ഇത് തമിഴ്നാട് വണ്ടി ആകുമ്പോ 12 കിലോ വണ്ടിക്ക് 6,000 ചില്ലാനം രൂപയും 14 കിലോ വണ്ടിക്ക് 11,500 രൂപയും അടച്ചാൽ മതി. ഇതിപ്പോ 14 കിലോ വണ്ടിയാണ്. ഇതിനിപ്പോ എത്ര രൂപയുണ്ട്? 11,500 രൂപ. ഇവിടെ 24,000 രൂപ വരും. ക്ഷേമനിധിയും അടക്കണം നമ്മൾ. അത് ക്ഷേമനിധി വേറെ. ഇതൊക്കെ അടച്ച് നമ്മൾ വണ്ടിയും കൊണ്ട് കിടക്കണേ. ഇദ്ദേഹം എന്താ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇദ്ദേഹം എങ്ങാണ്ടൊന്നും ഡീസൽ വിലക്കുറവിന് പുള്ളിക്ക് കിട്ടുന്നുണ്ട്. അങ്ങനെയുള്ള സാധ്യതകളൊക്കെ ഉപയോഗിച്ചുകൊണ്ട് പുള്ളി ഇവിടുന്ന് പുറത്തേക്ക് ഓടും, പുറത്തുനിന്ന് റിട്ടേൺ എടുക്കും.
പിന്നെ പുള്ളിയുടെ സൗകര്യങ്ങൾ ഒക്കെ ഉപയോഗിച്ച് പുള്ളിക്ക് വില കുറച്ച് ഡീസലൊക്കെ കിട്ടുന്നതിന്റെ പേരിൽ പുള്ളി എന്ത് ചെയ്യുമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഉള്ള ട്രിപ്പുകളൊക്കെ വളരെ തുച്ഛമായ വാടക കൊടുക്കും. മനസ്സിലായി? അതായത് ന്യായമായിട്ട് നാറ്റ്പാക്ക് എന്ന് പറയുന്ന സർക്കാരിന്റെ ഒരു സംവിധാനമുണ്ട് വണ്ടി വാടകകൾ നിശ്ചയിക്കുന്നത്. ആ വാടകക്ക് ഓടേണ്ട സ്ഥാനത്ത് ഞങ്ങൾ അതിലും കുറച്ചൊക്കെയാണ് ഓടണത്. ഒന്നും ചെയ്യാനില്ല. കാര്യം കഴിഞ്ഞാൽ വണ്ടികൾ ഓടണം. ഞങ്ങളുടെ ഒരു എന്താ പറയുക നിലവിന്റെ ഭാഗമായിട്ടും ഫൈനാൻസ് ഇറക്കണ്ടത് കൊണ്ട് ഞങ്ങൾ അങ്ങനെ ഓടിക്കൊണ്ടിരിക്കുന്നത്. ഇദ്ദേഹം എന്താ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിലും താഴ്ത്ത് തറനിരപ്പ് വാടകക്കാണ് ഓടിക്കൊണ്ടിരിക്കുന്നത്. തറവാടകക്ക് ഓടി പുള്ളി കൂടുതൽ ഓട്ടോ ഒക്കെ പിടിച്ച് അങ്ങനെയാണ് പുള്ളി കാര്യങ്ങൾ കൊണ്ടുപോകുന്നത്. ഇപ്പൊ ഞങ്ങൾക്കൊന്നും നിലവിൽ ആവശ്യത്തിന് ഓട്ടങ്ങൾ ഇല്ലാത്ത സാഹചര്യത്തിൽ ഇദ്ദേഹം എന്ത് ചെയ്യുന്ന പറഞ്ഞു കഴിഞ്ഞാൽ ഇദ്ദേഹത്തിന്റെ അതർ സ്റ്റേറ്റിൽ ഓടിക്കൊണ്ടിരുന്നിരുന്ന ഏകദേശം 19 വണ്ടി ഇവിടെ കൊണ്ടുവന്ന് വീണ്ടും ഓട്ടത്തിന്റെ എണ്ണം വർദ്ധിപ്പിക്കാൻ വേണ്ടി മുന്നോട്ട് പറയും. അപ്പൊ ഇതിനെപ്പറ്റി ഞങ്ങൾ MVDക്ക് റിപ്പോർട്ട് ചെയ്ത് അങ്ങനെ ഗതാഗത മന്ത്രിക്ക് ഞങ്ങൾ ഒരു രേഖാമൂലം പരാതിയൊക്കെ കൊടുത്തായിരുന്നു. കൊടുത്തിട്ട് യാതൊരുവിധ നടപടി ഇതുവരെ ഉണ്ടായിട്ടില്ല. ഇപ്പൊ ഗതാഗത മന്ത്രിക്ക് പരാതി കൊടുത്തതിന്റെ കോപ്പി ഞങ്ങൾ കാണിച്ചു തരാം. ഒന്ന് കാണിച്ചു തരുമോ? കാണിച്ചു തരാം. ഇപ്പൊ റാഷിക്ക അപ്പൊ അങ്ങനെയുള്ള പരാതികൾ കാര്യങ്ങളൊക്കെ കൊടുത്തായിരുന്നു. MVDക്ക് പരാതി കൊടുത്തായിരുന്നു. MVDയുടെ എൻഫോഴ്സ്മെന്റിനെ ബന്ധപ്പെട്ടായിരുന്നു. എൻഫോഴ്സ്മെന്റിനെ ബന്ധപ്പെട്ട് ഞങ്ങളിപ്പോൾ സാധാരണക്കാരാണ്. നമ്മുടെ വണ്ടിയൊക്കെ എന്തെങ്കിലും ഒരു തരത്തിലുള്ള ഒരു വയലേഷൻ, ഒരു മിന്നണ ബൾബ എന്തെങ്കിലുമായിട്ട് പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വളരെ സന്തോഷപൂർവ്വം വന്നിട്ട് ഞങ്ങൾക്ക് ഭീമമായ ഫൈൻ അടിച്ചു തരാറുണ്ട്. ഇത്രയും വലിയ പോക്രിത്തരം ഇവിടെ നടന്നിട്ട് ഈ ഗുജറാത്ത് വണ്ടി എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ 15 കൊല്ലത്തേക്ക് 1.25 ലക്ഷം രൂപ ടാക്സ് അടച്ചാൽ മതി. ലൈഫ് ടാക്സ് ആണ്. നമ്മുടെ ഇവിടെ 3 മാസത്തേക്ക് 18,000 രൂപ അടക്കുമ്പോൾ അവർക്ക് 15 വർഷത്തേക്ക് 1.25 ലക്ഷം രൂപ ഉള്ളൂ. അതുപോലെ ഗുജറാത്ത് വണ്ടിയടക്കം ഉള്ള വണ്ടികൾ ഇവിടെ കൊണ്ടുവന്നിട്ട് ഓടിക്കുന്നത്. ഇതൊക്കെ ഓടിച്ച് വല്ലാർപാടത്തുള്ള സത്യം പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വീട് പോലും കയറി കിടക്കാൻ വീട് പോലും ഇല്ലാത്ത ആൾക്കാർ വരെ ഇവിടെ വണ്ടി മേടിച്ച് ഓടണ്ട അരി മേടിക്കാൻ വേണ്ടി. അതുപോലും പറ്റാത്ത സാഹചര്യമുള്ളൂ. ഒരു തരത്തിലും ഇദ്ദേഹത്തിനെ കൊണ്ട് ഞങ്ങൾക്ക് മുന്നോട്ട് പോകാൻ പറ്റില്ല. അപ്പൊ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. വിറകും കയറ്റി അയക്കോ? ആ വിറകും കയറ്റി അയക്കാം, എന്തും കയറ്റി അയക്കാം. എന്നിട്ട് അപ്പൊ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങളുടെ. ഇതിപ്പോ നിങ്ങൾ പരാതി കൊടുത്തിട്ടും ഒരു നടപടിയില്ല. MVDക്ക് വാട്സപ്പിൽ പരാതി അയച്ചു. MVDനെ ഞങ്ങൾ ഫോണിൽ വിളിച്ച് MVD വന്നില്ല. ഇന്നിപ്പോ വരാൻ പറ്റിയില്ല, ഇന്നലെയും വരാൻ പറ്റിയില്ല. ഇത് ഒക്കെ ഇങ്ങനെ ഇതിന്റെ ഇടയിൽ നടന്നുകൊണ്ടിരിക്കേണ്ടി അങ്ങനെ രേഖാമൂലവും അല്ലാണ്ടും ഓറലിയും ഒക്കെ പരാതികൾ കൊടുത്തതാണ് ബന്ധപ്പെട്ട ആളുകൾക്ക്. ഒരു നടപടിയില്ല. നടപടി ഇല്ലാത്തതുകൊണ്ട് ഞങ്ങൾ എല്ലാവരും കൂടി ഇന്ന് ഇങ്ങനെ നമ്മുടെ കുറച്ച് ഡ്രൈവേഴ്സ് പെരുമ്പാവൂർ ഭാഗത്ത് ലോഡ് കയറ്റാനൊക്കെ പോയപ്പോ അവര് ഞങ്ങളോട് പറഞ്ഞു ഇങ്ങനെ തമിഴ്നാട് വണ്ടി ഓടിയിട്ട് ലോഡ് ചെയ്യണേ. കാര്യം കഴിഞ്ഞാൽ ഒരു ഭാഗത്ത് കൂടി അവരുടെ വയറ്റത്തടിക്കണേണ്. ഇവര് 10% ബാറ്റക്കാണ് ഡ്രൈവർമാരെ എത്തിയേക്കണം. ഞങ്ങൾക്ക് 100ക്ക് 18 ബാറ്റക്കാണ് ആളെ എത്തിയേക്കണം. ഇവര് 100ക്ക് 10 ബാറ്റൊക്കെ എത്തിയേക്കണം. ഞങ്ങൾക്ക് 100ക്ക് 18. അപ്പൊ നമ്മൾ ഇത്രയും ബാറ്റയും കൊടുത്ത് ഞങ്ങൾ ഇത്രയും ടാക്സ് കൊടുച്ച് ഞങ്ങൾ മണ്ടന്മാരായിക്കൊണ്ടിരിക്കുന്നത് ഇവിടെ. അതാണ് ഒരു വിഷമം. ഞങ്ങൾ എന്തിനാ ഇത്രയും ടാക്സ് ഒക്കെ കൊടുക്കണം, ഞങ്ങൾ ഇതിന് ഇത്രയും ബാറ്റ് കൊടുക്കണം. ഞങ്ങൾക്ക് ഇങ്ങനെ ജനദ്രോഹപരമായിട്ടുള്ള പരിപാടികൾ. ഇപ്പൊ ഈ വണ്ടി ഓടിക്കണ പയ്യന് 21 വയസ്സുള്ളൂ. ഡ്രൈവർ എന്ത് ചെയ്യുന്നുണ്ട് ഇവിടെ എങ്ങനെ ഉണ്ടായി 21 വയസ്സുള്ള ഒരു പയ്യനാണ് വണ്ടി ഓടിക്കാൻ നിർത്തിയാണ്. മേഖലയിൽ മുൻ എക്സ്പീരിയൻസ് ഒന്നുമില്ല, അതിൻ്റെ ഒന്നും ആവശ്യമില്ല. നേരിട്ട് ഡ്രൈവിംഗ് സ്കൂളിൽ നിന്ന് നേരിട്ട് ഉള്ള അപ്പോയിൻമെന്റ് ആണ് ഓടിച്ച് പഠിക്കാൻ വേണ്ടി. മനസ്സിലായോ? ഞങ്ങള് ഇതിപ്പോ പെരുമ്പാവൂർ മുതൽ വണ്ടിയുടെ പുറകിലുണ്ട്. വളരെ മാന്യമായിട്ടുള്ള ഡ്രൈവിംഗ് ആയിരുന്നു പറയാം. ഒന്നും വിളിച്ചിട്ട് ഇവരാരും തിരിഞ്ഞു നോക്കണ്ടേ? ഇവിടെ നിൽക്കണം 3 മണിക്കൂർ. ഞാൻ 4:30 മണിക്ക് വന്നപ്പോ ഇവിടെ പോലീസ് വണ്ടി ഇവിടെ കിടപ്പുണ്ടായില്ല. അതിപ്പോ വന്നാണ് അവര് പെട്രോളിങ്ങിന് വന്നതിന്റെ ഭാഗമായിട്ട് വന്നതാണ്. ഞാൻ 4:30 മണിക്ക് മുടിക്കൽ പോയി നിൽക്കണേ ഈ വണ്ടിയിൽ ഓടി വരുന്നത്. അപ്പൊ മുതൽ വിളിച്ചിട്ട് ഒരാളും വളരെയധികം സന്തോഷം കിട്ടുന്ന ഒരു കാര്യമാണ്. എന്തു പറയാൻ, അവർക്ക് വരാനോ ഓപ്ഷൻ ഇല്ല. അതെന്താ അത് അറിയില്ല. ഓപ്ഷൻ ഇല്ല. ഇതിപ്പോ തടഞ്ഞിട്ട് വെച്ച് എന്താ പറയണോ? ഒന്നും പറയാനില്ല. ഞങ്ങള് സ്റ്റേഷനുമായിട്ട് ബന്ധപ്പെട്ട് നമ്മുടെ വീഡിയോ ഉദ്യോഗസ്ഥനെ ഒന്നുകൂടി വിളിച്ചു നോക്കി. വിളിച്ചിട്ട് എടുക്കൂല. വിളിച്ചു നോക്ക്. എന്താ പറയണെന്ന് കേക്കട്ടെ. ഞാൻ മാത്രം കേട്ടാ പോരല്ലോ, പ്രേക്ഷകരും കേക്കണ്ടേ. എന്റെ കണ്ണിന് ഇട്ട് പോയതാണ്. അല്ല, അത് പ്രൈവസി സ്ക്രീൻ കാർഡാണ്. ചിലപ്പോ ഇപ്പൊ എടുക്കൂട്ടോ. ഒന്ന് സ്പീക്കറിലോട്ട് ഇടോ. ബെല്ലടിക്കണ്ടല്ലോ. അതെ, കാണുന്നുണ്ടാ?
88961007 MVD തന്നെയല്ലേ? പേരെന്താ അറിയില്ല നമുക്ക്. മറ്റേ ബിജോയ്സ്. എടുക്കൂല ചേട്ടാ, എടുക്കൂല. അതിലൊന്നും കാര്യമില്ല. ഇതിന്റെ ഈ വാട്സപ്പ് അയക്കുമ്പോ ഇതില് നമുക്ക് വാട്സപ്പ് റിസീവ് ചെയ്യണം എന്ന് പറഞ്ഞത് പബ്ലിക് ആയിട്ടുള്ള സാധനമുള്ള വാട്സപ്പ് റിസീവ് ചെയ്യുമ്പോ ഒരു നീല ടിക്ക് കാണിക്കും നമുക്കൊക്കെ. മനസ്സിലായ? ഇതിൽ അയച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതൊക്കെ നിങ്ങൾ കൊടുത്ത പരാതി. അതെ, ഇതൊക്കെ ഇത് ഞാൻ ഒറ്റ ഇതൊക്കെ ഞാൻ അയച്ചതാണ്. ഇത് ഞാൻ മാത്രം അയച്ചത്. ഇത് അതുകൂടാതെ എന്റെ സുഹൃത്തുക്കൾ ഒരുപാട് പേര്, എല്ലാരും ഇവിടെ എത്തിയിട്ടില്ല. ഏകദേശം ഇതിപ്പോ ഈ പറഞ്ഞ സാധനങ്ങൾ ഇത് നമ്മുടെ ഫാൽക്കന്റെ അവിടെ നിന്ന് അദാനി സോളാറിന്റെ ഗോഡൌണിൽ ഇന്നലെ ഗുജറാത്ത് വണ്ടി കടന്ന് ലോഡ് ഇറക്കണേ കേട്ടാ. ഗുജറാത്ത് വണ്ടി എല്ലാവരും അവിടെ ലോക്കൽ അടിക്കണേണ്. തീർന്നു, ബാറ്ററി തീർന്നു. അപ്പൊ അതൊക്കെയാണ് ഇവിടുത്തെ കലാപരിപാടികൾ. ഒരു നടപടിയില്ല. അത് ഞങ്ങളൊക്കെ ഒരു കാര്യം തീരുമാനിച്ചേക്കണേണ്. ഇപ്പൊ തമിഴ്നാട് വണ്ടി എടുത്ത് ഇവിടെ ഓടുകയാണെങ്കിൽ ആ ടാക്സ് എങ്കിലും ലാഭം കിട്ടും. അല്ല, ഈ വണ്ടിക്ക് എന്ത് വില വരും? വണ്ടിക്ക് അല്ല, നമുക്കിപ്പോ നിലവിൽ ഞങ്ങൾക്ക് വണ്ടികളുണ്ട്. അത് അങ്ങോട്ട് മാറ്റി രജിസ്റ്റർ ചെയ്താൽ മതി. പുതിയ വണ്ടിക്ക് എന്ത് വില? പുതിയ വണ്ടിക്ക് 50 ലക്ഷം രൂപ വരും. അങ്ങനെയാണെങ്കിൽ നാഗാലാൻഡ് രജിസ്റ്റർ ചെയ്താലോ? അപ്പൊ ചിലപ്പം ലാഭം കിട്ടും. ലാഭം കിട്ടില്ല. ഒട്ടും ടാക്സ് അടക്കണ്ടല്ലോ. ഇതാണ് ഇവിടുത്തെ അവസ്ഥ. ഓടാ ഉദ്യോഗസ്ഥനെ കാണുന്ന പോലെ കണ്ടാവും. ആയിരിക്കണം. ആണല്ലോ, പൂർണ്ണമായിട്ട് അങ്ങനെ പറയാൻ പറ്റില്ലല്ലോ. അതെനിക്ക് ഉറപ്പാണല്ലോ. കാരണം നിങ്ങൾ വിളിച്ചപ്പോ ഈ വിളിച്ച ഉദ്യോഗസ്ഥൻ 24 മണിക്കൂർ ഡ്യൂട്ടിയിൽ വേണ്ട ഉദ്യോഗസ്ഥനല്ലേ അയാൾ ആയിരിക്കണം. ഇതൊരു ഹോട്ട് ലൈൻ നമ്പർ പോലെയാണ് ഇതിന്റെ അകത്ത് കിടക്കുന്നത്. വാട്സപ്പിൽ പരാതി ഇടാനും കാര്യങ്ങൾ. അല്ല, ബസ്സുകാർക്കെതിരെയൊക്കെ നടപടി എടുക്കണം. നമുക്ക് നേരിട്ട് അനുഭവം ഉള്ളതാണ്. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവര് വളരെയധികം വേഗത്തിൽ നടപടി എടുക്കുന്നുണ്ട്. ഈ കാര്യത്തിൽ ഒരു നടപടിയില്ല. ഇല്ല. ഇല്ല, അത് പോലീസുകാർക്ക് ഇതിൽ ഇടപെടേണ്ട കാര്യം അതെനിക്ക് എനിക്കറിയില്ല. എന്താ വെച്ച് കഴിഞ്ഞാൽ മോട്ടോർ വാഹന വകുപ്പാണ്. വേറെ ട്രാഫിക് വയലേഷൻ ഇല്ല. ലൈറ്റുകൾ വരെ കറക്റ്റ് ആയിട്ട് കത്തുന്നുണ്ട്. എല്ലാം ശരിയാണ്. MVDക്ക് മാത്രമാണ് ഇതിൽ ഇടപെടാൻ പറ്റുള്ളൂ. ഇടപെടണില്ല. ഇതുവരെ ഇടപെട്ടിട്ടില്ല. അല്ല, ഞാൻ ഇത് തന്നെ കഴിഞ്ഞ ദിവസം ഞാനൊരു ടാക്സി തട്ടിക്കൊണ്ടുപോകാൻ നോക്കി. വന്നത് തമിഴ്നാട് രജിസ്ട്രേഷൻ കാണിച്ചു. ഇവിടെ വന്നു കഴിഞ്ഞപ്പോ കേരള രജിസ്ട്രേഷൻ, അതും പ്രൈവറ്റ് വണ്ടി. ഉദ്യോഗസ്ഥനെ വിളിച്ച് അതേ അവസ്ഥ. MVD എടുക്കൂല. എന്നാ ഇവരാണ് കൃത്യമായിട്ട് ഈ വാഹനങ്ങൾക്ക് പിഴ കൊടുക്കേണ്ടത്. ബാക്കി എല്ലാം അതോറിറ്റി ഇവരെ. അതാണ് ഞങ്ങളൊരു സാധാരണക്കാരനാണെങ്കിൽ ഞങ്ങൾക്ക് ഒരുപാട് ഫൈൻ അടക്കുന്ന ആൾക്കാരാ. പല കാര്യത്തിനും 500, 250, 300, 1000, 40ഓളം വണ്ടികൾ ഈ ഒരൊറ്റ കമ്പനിയുടെ ലിസ്റ്റിലുള്ളത്. 40ഓളം വണ്ടികൾ ഈ കമ്പനിയുടെ മാത്രം വണ്ടി ഞങ്ങളുടെ പോർട്ടിൽ കയറി. വല്ലാർവാടം പോർട്ടിൽ നിന്ന് ലോഡ് എടുക്കുന്ന വണ്ടികളുണ്ട്. ഗുജറാത്ത്, TN ഗുജറാത്ത്, ഗുജറാത്ത്, ഗുജറാത്ത് ഗുജറാത്ത്, ഗുജറാത്ത്, ഗുജറാത്ത് ഗുജറാത്ത്, ഗുജറാത്ത് ഗുജറാത്ത്, ഗുജറാത്ത് ഗുജറാത്ത് AP, ഗുജറാത്ത് TN ഗുജറാത്ത് ഗുജറാത്ത് AP. ഇത്രയും വണ്ടികൾ, 40ഓളം വണ്ടി. പിന്നെ വേറെ രസകരമായിട്ടുള്ള സംഭവം, ഞങ്ങളുടെ വയറ്റത്തടിക്കുന്നത് പോരാണ്ട് ഓപ്പൺ വണ്ടിയുണ്ടല്ലോ. നമ്മുടെ സാധാരണ ഈ കളമശ്ശേരിയിലൊക്കെ സ്റ്റാൻഡിൽ നിന്നൊക്കെ കിടന്ന് ഓടുന്ന വണ്ടികളുണ്ടല്ലോ. നമ്മുടെ ഈ ബുക്കിംഗ് ഓഫീസ് വഴി ഓടുന്ന വണ്ടികൾ. ആ വണ്ടികൾ ഓടിക്കൊണ്ടിരിക്കുന്ന ലോഡുകളടക്കം ഇവര് വാടക കുറച്ച് ഓടിക്കൊടുക്കാൻ ഇവര് തയ്യാറാണ്. ഈ തമിഴ്നാട് വണ്ടി തമിഴ്നാട് മാത്രമല്ല, ഇത്ര വണ്ടിയുണ്ട്. ആന്ധ്ര വണ്ടിയുണ്ട്, കർണാടക വണ്ടിയുണ്ട്, എല്ലാം ഉണ്ടല്ലോ. ഗുജറാത്ത് വണ്ടിയൊക്കെ. അപ്പൊ ബാക്കിയുള്ള ആളുകൾ, ഇവിടെ ഉള്ള ടാക്സ് പേയേഴ്സ് എല്ലാരും മണ്ടന്മാരാണ്. ഇതുപോലെ കുറെ പൈസ ഉള്ള ആളുകൾ ബുദ്ധിമാന്മാരാണ്. അവർക്ക് ഇങ്ങനെ കിടന്ന് എന്ത് തോന്നിയ ഓടിക്കാം. വളരെ എളുപ്പമാണ്. ഇത്ര നേരമായിട്ട് തിരിഞ്ഞുങ്ങാട് നോക്കിയുള്ള എല്ലാ വണ്ടിയും ഒരുപോലെ പെയിന്റ് ഒക്കെ അടിച്ച് സിഗ്നലാക്കി വെച്ചേക്കണേ. അതായത് ആ വണ്ടി കണ്ടാൽ പിടിക്കണ്ടെന്നുള്ള രീതിയിലാണ് ചെയ്തത്. ഒറ്റ സിമ്പിൾ പരിപാടി കഴിഞ്ഞല്ലോ. ഇത് ഭാരത് ബെൻസ്. അല്ല, പേരെന്തായിരുന്നു ഇതിന്റെ? കോസ്റ്റ ഷിപ്പിംഗ്. ഫ്രണ്ടിൽ ഗ്ലാസിന്റെ മുമ്പിൽ എഴുതിയിരുന്നു.
ഇതാണ് സാധനം. ഓ കോസ്റ്റ ഷിപ്പിംഗ്. ആ ഓ അപ്പൊ ഇങ്ങനെ ഒരു സ്റ്റിക്കർ അടിച്ച പോലീസ് പിടിക്കണ്ടെന്ന് പറഞ്ഞ് ചിലപ്പോ ഉണ്ടാവും. ആയിരിക്കും. കണ്ടാ ദേ ഇനി മുതൽ ഇങ്ങനെ ഒരു പേരടിച്ച് ഞാൻ എൻ്റെ വണ്ടികൾക്കൊക്കെ ഞാൻ ഇങ്ങനെ ഒരു പേരടിച്ച് നോക്കും. അപ്പൊ ഇനി മേലെ പോലീസ് പിടിക്കണ്ട എൻ്റെ വണ്ടിയൊന്നും എമ്മിടി. കാരണം ഇനി കള്ളക്കടക്ക് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാലും ഞാൻ ഈ പേര് ഉപയോഗിച്ചാണ് നാളെ തൊട്ട് ഞാൻ എൻ്റെ വണ്ടികളിലൊക്കെ പേരടിച്ച് വെക്കാൻ പോണത്. എന്തായാലും ഈ പറഞ്ഞില്ലേ MVD ഉദ്യോഗസ്ഥൻ്റെ അലംഭാവങ്ങൾ കൊണ്ട് തന്നെയാണ് ഈ കണക്കുന്ന ഇവരൊക്കെ. ഇവരുടെ ഒന്നും ജോലികളൊന്നും അല്ല ഈ പറഞ്ഞ സാധനം. മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ മാത്രം ജോലിയാണ്. അതുകൊണ്ടാണ് നേരത്തെ വന്ന പോലീസും ദേ ഇവിടെ കിടക്കുന്ന GST ഡിപ്പാർട്ട്മെൻറ്റും ഉൾപ്പെടെ ഒന്നും ചെയ്യാതെ ഇവിടെ നിൽക്കുന്നത്. കാരണം മോട്ടോർ വെഹിക്കിൾ മാത്രമാണ് അവരെ വിളിച്ചിട്ട് ഇതുവരെ ഫോൺ എടുത്തിട്ടില്ല. ഇപ്പോഴും വിളിച്ച് ഈ വണ്ടി ഇവിടെ തടഞ്ഞ് നാട്ടുകാർ ഇവിടെ തടഞ്ഞിട്ടിട്ട്, നാട്ടുകാരല്ല ലോറി ഓണേഴ്സ് അസോസിയേഷൻ ഈ വണ്ടി ഇവിടെ തടഞ്ഞിട്ടിട്ട് ഇത്രയും മണിക്കൂറായിട്ടും ഒരു ഉദ്യോഗസ്ഥനും ഇവിടെ കാല് കുത്തിയിട്ടില്ല. ആ കാല് കുത്താത്തത് ഉദ്യോഗസ്ഥൻ മാസാമാസം ശമ്പളത്തിന് പുറമെ ഇവരുടെയൊക്കെ കയ്യിൽ നിന്നും കിമ്പളം മേടിക്കുന്നത് കൂടി കൊണ്ടാണ്. ഇനി ഇവരോട് പറ, ഇവർക്ക് വരാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നമുക്ക് എല്ലാവർക്കും ഡ്രൈവിംഗ് അറിയാവുന്നതാണ്. ഇനി ഈ വണ്ടി ഓടിച്ചോണ്ട് അങ്ങോട്ട് വരാൻ നമുക്കൊരു മടിയുമില്ല എന്ന് പറ. അത് വരാവുന്നതാണ്, കുഴപ്പമില്ല. ഞങ്ങള് എവിടെയെന്ന് വെച്ച് കഴിഞ്ഞാൽ വണ്ടി എത്തിച്ചേരാൻ തയ്യാറാണ്, കുഴപ്പമൊന്നുമില്ല. ഞങ്ങള് വൈകുന്നേരം അപ്പൊ അതിനുവേണ്ടി ഒരു ശ്രമം നടത്തിയതാണ്. അപ്പൊ വാഹനം ലഭ്യമല്ലാത്തതിന്റെ പേരിൽ ഒരു സാറിന് വരാൻ പറ്റില്ല എന്ന് പറഞ്ഞു. അപ്പൊ ഞങ്ങളുടെ വണ്ടി ഉണ്ടല്ലോ, ഏതെങ്കിലും വണ്ടിയായിട്ട് കാറായിട്ട് സ്കൂട്ടറായിട്ടൊക്കെ എല്ലാം ഞങ്ങളുടെ കൂടെ ഒന്ന് ഇവിടം വരെ വന്ന് ഇതൊന്ന് കണ്ടുപോയാൽ മതി എന്ന് പറഞ്ഞിട്ട് പുള്ളി പറഞ്ഞ ഔദ്യോഗിക വാഹനം സ്ഥലത്തില്ലാത്തതിന്റെ പേരിൽ അതിന് വരവിന് ഒഫീഷ്യൽ പവർ ഉണ്ടാവൂല, അപ്പൊ അങ്ങനെ വരാൻ പറ്റില്ല എന്നാണ് പുള്ളി അറിയാം. അല്ല വണ്ടിയിൽ ഏതെങ്കിലും വണ്ടിയിൽ ബീക്കൺ ലൈറ്റ് എടുത്ത് വെച്ചോളാൻ പറ. അങ്ങനെയൊക്കെ ഏതെങ്കിലും വണ്ടിയിൽ ബീക്കൺ ലൈറ്റ് ഒക്കെ എടുത്ത് വെച്ചോളാൻ പറ. അങ്ങനെ അവര് പറഞ്ഞു അങ്ങനെ ആരും തിരിഞ്ഞു നോക്കാൻ പറ്റാ. തിരിഞ്ഞു നോക്കാൻ ഈ MVD ഉദ്യോഗസ്ഥന്മാർ ചില സമയത്ത് പേടിക്കാൻ പറ്റുന്നത് അവരുടെ സ്വന്തം കാറിലാണല്ലോ. അത് അവരുടെ അപ്പൊ ഈ ഒളിച്ചിരുന്ന് ഫോട്ടോ എടുക്കണ അവരുടെ ഒഫീഷ്യൽ ക്യാമറയിലല്ലോ, മൊബൈൽ ഫോണിലാണല്ലോ. അതൊക്കെ അതെന്താ അന്നേരം നിയമം ബാധകമല്ലേ? അത് നിയമം ബാധകമല്ലായിരിക്കും. പിന്നെ ഇത് ചിലപ്പോ വലിയ കിട്ടപ്പോരില്ലാത്ത വല്ല കേസ് കിട്ടായോണ്ടായിരിക്കും, ചിലപ്പോ കനത്തിന് കിട്ടണോണ്ടായിരിക്കും, ആയിരിക്കും ചിലപ്പോ, പറയാൻ പറ്റില്ല. ഇനി അങ്ങനെയും നമുക്ക് അങ്ങനെ വിചാരിക്കേണ്ടി വരും. കാര്യം ഒരു നടപടിയിൽ ഇത്രയും ജനങ്ങള് എനിക്ക് തോന്നുന്നു വണ്ടി പിടിച്ചു കൊണ്ടുവന്നപ്പോ ഒരു 30-40 പേരോളം കണ്ടെയ്നർ വണ്ടി ഓണേഴ്സ് ഇവിടെ ഉണ്ടായിരുന്നു. അവരെല്ലാവരും വിളിച്ചിട്ട് പോലും ആരും തിരിച്ചു നോക്കിയില്ല. ഞങ്ങൾക്കൊന്നും ഒരു വിലയില്ല എന്നുള്ളതാണ് നമ്മുടെ സംശയം, ഞങ്ങളുടെ സങ്കടവും. സംശയമൊന്നുമല്ല, സങ്കടവും. നമ്മുടെ ഒരു വിഷമോണി പറയണത് എന്താ വെച്ച് കഴിഞ്ഞാൽ ഒരു പരാതി പറഞ്ഞിട്ട് അത് കേൾക്കാൻ നിങ്ങൾ വിളിച്ചത്. അതെ 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 അതെ, അവര് മാത്രം കറക്റ്റ് ആയിട്ട് അവര് വന്നു എന്തെങ്കിലും ഉണ്ടോ? ഇല്ല, അവര് ബില്ല് പരിശോധിക്കുന്നുണ്ട്, വണ്ടി നമ്പർ അവരുടെ ടാബിലൊക്കെ അടിച്ച് നോക്കണ്ട്. ഉണ്ടാവുമായിരിക്കും, എന്തെങ്കിലുമൊക്കെ ഉണ്ടാവും, അറിയില്ല അതിനെപ്പറ്റി. അപ്പൊ അത് ഷിപ്പറും കൺസൈനിയൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. നമുക്ക് അതിലൊന്നും ഇടപെടേണ്ട ആവശ്യമില്ല. നമ്മുടെ പ്രശ്നം ഇതാണ്, ഞങ്ങളിവിടെ ലോക്കൽ ഓടിക്കൊണ്ടിരിക്കുന്ന ആളുകളാണ്. നമ്മുടെ സംസ്ഥാനത്തിന്, കേരളത്തിന് അഭിമാനപൂർവ്വം ടാക്സ് കൊടുത്തുകൊണ്ട് ഞങ്ങൾ ഓടിക്കൊണ്ടിരിക്കുന്ന ആൾക്കാരാണ്. അഭിമാനത്തോടെ ടാക്സ് കൊടുക്കണേ. ഞാൻ ചോദിക്കാം, ഇപ്പൊ നമ്മുടെ ഈ കൊച്ചിൻ ഇന്റർനാഷണൽ കണ്ടെയ്നർ ടെർമിനൽ, ഈ പോർട്ടിൽ നിന്ന് DP വേൾഡിൽ നിന്ന് നമുക്ക് പുറത്തേക്ക് തമിഴ്നാട്ടിലേക്കോ കർണാടകത്തിലോട്ടാണെങ്കിൽ കർണാടക വണ്ടി അവിടെ നിന്ന് ലോഡ് എടുത്ത് പോകാൻ പറ്റും? ശരിക്കും പോകാൻ പറ്റും, പോവാം, കുഴപ്പമില്ല. എങ്ങനെ? അതിൽ നിയമ തടസ്സമൊന്നുമില്ല. അതർ സ്റ്റേറ്റ് ഓടുന്നതിന് ഒരു നിയമ തടസ്സമില്ല. ഒന്ന് മാറി കൊടുക്കും. അതർ സ്റ്റേറ്റ് ഇപ്പൊ കണ്ടെയ്നർ ടെർമിനലിൽ നിന്ന് വേണ്ട, എവിടെ നിന്നാണെങ്കിലും, ഇപ്പൊ കളമശ്ശേരി നിന്നാണെങ്കിൽ നമ്മി നിൽക്കണ ഈ സ്ഥലത്തു നിന്നാണെങ്കിലും ലോക്കൽ ട്രിപ്പ് മാത്രം ലോക്കൽ എടുക്കാൻ പാടില്ല. കേരള സംസ്ഥാനത്തിന്റെ ഉള്ളിൽ അതർ സ്റ്റേറ്റ് വണ്ടികൾ കേരളത്തിന്റെ ഉള്ളിൽ നിന്നും ലോഡ് കയറ്റി കേരളത്തിനുള്ളിൽ ലോഡ് ഇറക്കുന്ന ഒരു ലോഡും എടുക്കാൻ പാടില്ല. ലോക്കൽ ഓടാൻ പാടില്ല. ഇപ്പൊ തിരുവനന്തപുരത്ത് നിന്ന് ഓടാൻ പാടില്ല. അതാണ്, അങ്ങനെയാണ് ഞങ്ങളുടെ അടുത്തൊക്കെ പറഞ്ഞേക്കണ നിയമങ്ങൾ. നമ്മുടെ വണ്ടി അങ്ങനെ ഓടിയാൽ നമ്മളെ ചിലപ്പോ പിടിക്കുമായിരിക്കും. നമുക്ക് അങ്ങനത്തെ വണ്ടികളില്ല, അതുകൊണ്ട് അങ്ങനെ ആ ഒരു വിഷയത്തിൽ എക്സ്പീരിയൻസ് ഇല്ല നമുക്ക്. അല്ല, ഈ കഴിഞ്ഞ ദിവസം എന്റെ കയ്യിലൊരു ഫോട്ടോ കിടപ്പുണ്ടാവും. ഒരു വണ്ടി MVD ഉദ്യോഗസ്ഥൻ വരും എന്നൊക്കെ പറഞ്ഞ് ഇവിടെ നിർത്തിയിട്ട് വരാഞ്ഞൊരു സാധനം എൻ്റെ കയ്യിലുണ്ടായി. എവിടെയും കണ്ട് നിങ്ങൾ ഈ പറഞ്ഞ പോലെ ഇത് സ്വകാര്യ കമ്പനിയാണ് ലോഡ് ചെയ്തത്. കയർ ബോർഡ്
കയറ്റി കളമശ്ശേരിയിൽ ഇറക്കിയ ഒരു സംഭവം ഓക്കെ അത് ഞങ്ങൾ കണ്ടായിരുന്നു. അതുമായിട്ട് ബന്ധപ്പെട്ട ലോറി അസോസിയേഷന്റെ ആളും നമ്മളുടെ കൂടെ ഉണ്ടായിരുന്നു. പുള്ളി ഇപ്പൊ കുറച്ചു മുമ്പ് വീട്ടിലേക്ക് പോയതാണ്. പുള്ളി ഏകദേശം ഒരു 5:30 മണി തൊട്ട് ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നു. യഹിയ എന്ന് പറയും. പുള്ളി ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നതാണ്. പുള്ളിയും ഈ വണ്ടി ഇവിടെ തടഞ്ഞിടാനൊക്കെ സഹായിച്ചതാണ്. പുള്ളിയും ഒരുപാട് ഉദ്യോഗസ്ഥരെയൊക്കെ വിളിച്ച് നിയമ സഹായങ്ങളൊക്കെ തേടി നോക്കി, കിട്ടിയില്ല, വന്നില്ല. അത് ചിലപ്പോൾ അല്ല. പിന്നെ വേറെ സംഭവം ഉണ്ട്. ഇന്ന് ബുധനാഴ്ചയാണ്, അവർക്ക് ടെസ്റ്റ് ഇല്ല, വെഹിക്കിൾ ടെസ്റ്റ് ഇല്ല. രാവിലെ മുതൽ പുറത്ത് ഡ്യൂട്ടി ആയിരിക്കും. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. ചിലപ്പോൾ അവർ ക്ഷീണിതരായിട്ട് ഡ്യൂട്ടി ഓഫ് എടുത്ത് പോയതായിരിക്കാം. ബ്രീത്ത് അനലൈസർ മേടിക്കണോ? പണ്ട് KCB ഞാൻ ചെന്നപ്പോ മേടിച്ചോല പോലീസുകാരൻ വന്നു കഴിഞ്ഞപ്പോ ഓഫീസിൽ ചെന്നേക്കോ കാര്യങ്ങൾ ചോദിച്ചോണ്ടിരിക്കുന്ന നാട്ടുകാർ മുഴുവനുണ്ട്. അപ്പൊ മറ്റേ പോലീസുകാരനെ പറഞ്ഞ് വിളിച്ചേക്കുവാ. എയിനോട് വരാൻ പറഞ്ഞപ്പോ എയ് വരൂല. എന്ത് ചെയ്താ എയ് പോയിട്ട് SIനെ പറഞ്ഞു വിട്ടു. SI ആണെങ്കിൽ ആദ്യം കണ്ടുപിടിച്ചിട്ടായിരിക്കണം. അപ്പൊ ഞാൻ പറഞ്ഞു സാർ പോലെ ബ്രീത്ത് അനലൈസർ കൊണ്ടുവരാൻ പറഞ്ഞു. അപ്പൊ എന്തിനിപ്പോ പ്രശ്നം? അപ്പൊ കുറച്ച് കഴിഞ്ഞപ്പോ ബാക്കി എല്ലാ ജനപ്രതിനിധികളെല്ലാരും കൂടി വന്നിട്ട് പറഞ്ഞു ഊരിക്കരുത്, നാറ്റിക്കരുത്, ഇവിടെ വെച്ച് തീർന്നു, അയാൾ ഇപ്പൊ കറണ്ട് വരും കേട്ടോ എന്ന്. അപ്പൊ എന്ന് പറഞ്ഞ പോലെ ആദ്യം ഉദ്യോഗസ്ഥനൊക്കെ ഡ്യൂട്ടിയിലുള്ള ഉദ്യോഗസ്ഥൻ ആദ്യം ബ്രീത്ത് അനലൈസർ എന്ന് പറഞ്ഞ പോലെ ഈ പറഞ്ഞ ഡ്യൂട്ടിയിലുള്ള ഉദ്യോഗസ്ഥനെയൊക്കെ കൊണ്ട് അത് ഊതിക്കേണ്ട അവസ്ഥയിലാണ് ഇപ്പൊ പോയിക്കൊണ്ടിരിക്കുന്നത്. എന്തായാലും ഇത് ഭയങ്കര ഒരു വിഷമം ഉണ്ടാക്കുന്ന ഒരു കാര്യമായി. കാര്യം കഴിഞ്ഞാൽ ഞങ്ങൾ ഇത്ര ടാക്സ് പേഴ്സ് സംസ്ഥാനത്തിന് ടാക്സ് പേ ചെയ്തുകൊണ്ടിരിക്കുന്ന ആൾക്കാർ ഇങ്ങനെ ഒരു പരാതിപ്പെട്ട് ടാക്സ് അടച്ചില്ലെങ്കിലോ? ടാക്സ് അടച്ചില്ലെങ്കിൽ ഫൈൻ അടിക്കും. എത്ര രൂപ? 10,000 രൂപ. ഡിലേ വന്ന 10,000 രൂപ. അതെ, ഒരു ദിവസം വൈകിയാൽ അത് നമുക്ക് സർക്കാർ കനിഞ്ഞനുഗ്രഹിച്ച് ഒരു 30 ദിവസം ഗ്രേസ് പീരീഡ് തന്നിട്ടുണ്ട്. ആ ഗ്രേസ് പീരീഡിനുള്ളിൽ അടിച്ചില്ലെങ്കിൽ നമുക്ക് 10,000 രൂപ ഫൈൻ അടക്കും. അല്ല, അപ്പം ഞാൻ വേറൊരു കാര്യം ചോദിച്ചോട്ടെ. ഇപ്പൊ ഈ തമിഴ്നാട് വണ്ടി ഇപ്പൊ ശരിക്കും MVD ആണ് നടപടി എടുക്കേണ്ടത് നിങ്ങൾ പറഞ്ഞു. വയലേഷൻ കണ്ടു കഴിഞ്ഞാൽ MVD ആണ് നടപടി എടുക്കേണ്ടത്. അല്ല, ഞാൻ ചോദിച്ചത് നിങ്ങളാണ് നടപടി എടുക്കേണ്ടത്. അപ്പൊ ഈ ചില സമയത്ത് ഈ തൂണിന്റെ സൈഡിലൊക്കെ നിന്ന് ഫോട്ടോ എടുക്കുന്ന പോലീസല്ലേ? അപ്പൊ ഈ പറഞ്ഞ പോലെ നിങ്ങൾ ഈ വയലേഷൻ അവർക്കുള്ള വയലേഷൻ അല്ല, ഇത് MVDക്കുള്ള വയലേഷൻ. അവർക്കുള്ള വയലേഷനുകൾ തരം തിരിച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഇതൊക്കെയോ? ഹെൽമെറ്റ് ഇല്ലാത്തത് പോലീസിനും പിടിക്കാം, MVDക്കും പിടിക്കാം. അങ്ങനെ ജനറലൈസ് ചെയ്തിട്ടുണ്ട്. അല്ലെങ്കിൽ ഇപ്പൊ വണ്ടിക്ക് ഹെഡ്ലൈറ്റ് ഇല്ലാത്തത്, അല്ലെങ്കിൽ അൺഫിറ്റ് ആയിട്ടുള്ള ഒരു വണ്ടി റോട്ടിൽ കൂടി ഓടിക്കണം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അപ്പൊ പോലീസിനെ എങ്ങനെ അതിനകത്ത് പിടിക്കാൻ പറ്റണത്? അപ്പൊ അത് ചില ശരിക്കും ഇതിപ്പോ വയലേഷൻ അല്ലേ? അതെ, വയലേഷൻ ആണ്, ട്രാഫിക് വയലേഷൻ. ഇങ്ങനെ വരുമ്പോ വണ്ടി സാധാരണഗതിയിൽ ഇത് പോലീസ് പിടിച്ച് സ്റ്റേഷനിൽ കൊണ്ടുപോയിട്ടുണ്ട്. അത് എന്നിട്ട് അത് MVD ഉദ്യോഗസ്ഥനെ വിളിച്ചുകൊണ്ടെന്നിട്ടല്ലേ ശരിക്കും അത് ടെസ്റ്റ് നടത്തിയ അല്ലെങ്കിൽ ബന്ധപ്പെട്ട അതോറിറ്റിയെ വരണ വരെ അത് സ്റ്റേഷനിലേക്ക് മാറ്റണ്ടേ? അത് നിയമം അങ്ങനെ തന്നെയല്ലേ ചട്ടം? അങ്ങനെ തന്നെയല്ലേ ചട്ടം? എനിക്ക് ഇപ്പൊ ഞാനിപ്പോ നിയമലംഘനം നടത്തി കഴിഞ്ഞാൽ ഇപ്പൊ ഞാൻ മദ്യപിച്ച് റോട്ടിൽ കൂടെ വണ്ടി പോലീസ് ഊതിച്ച് ബ്രീത്ത് അനലൈസർ വെച്ച് ഊതിച്ചു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ട് നമ്മുടെ വണ്ടി സ്റ്റേഷനിൽ കൊണ്ട് ഇടുകയും നമ്മളെ സ്വന്തം ജാമ്യത്തിൽ വിടുകയും ചെയ്യും. എന്നിട്ട് വണ്ടി എടുക്കാനായിട്ട് മദ്യം ഇറങ്ങി കഴിഞ്ഞിട്ടോ അല്ലെങ്കിൽ ആൽക്കഹോൾ ഇറങ്ങി കഴിഞ്ഞിട്ട് വന്ന് പിടിക്കാൻ പറയും, അല്ലെങ്കിൽ വണ്ടി എടുത്തോണ്ട് പോവാന്ന് പറയും. അങ്ങനെ തന്നെയല്ലേ? അപ്പോ ഈ പറയുന്ന സാധനവും ഇങ്ങനെ തന്നെയാണ് അതിന്റെ ചട്ടം. അവര് എന്തുകൊണ്ടാന്ന് അറിയില്ല, അവര് നടപടി സ്വീകരിച്ചില്ല. അവര് പറഞ്ഞത് ഇത് MVD ആയിട്ട് ബന്ധപ്പെട്ട കേസാണ്, അപ്പൊ അതിൽ അവർക്ക് ഇടപെടാൻ പറ്റില്ല. അവർക്ക് പിടിക്കാനുള്ള കുറെ കാര്യങ്ങളുണ്ടല്ലോ. നമ്മുടെ മുമ്പിൽ ഒരുപാട് കാര്യങ്ങളുണ്ട്. ഹെൽമെറ്റ് ഇല്ലാത്തത്, അല്ലെങ്കിൽ വണ്ടിയിൽ മിന്നണ ബൾബ് വെക്കണത്. അല്ല, ഇതിപ്പോ ഞാൻ ചോദിക്കട്ടെ, ഇതിപ്പോ കുറച്ച് ശക്തനായ ഒരാളുടെയാണ് വണ്ടി എന്ന് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ അയാൾ കുറെ ഗുണ്ടകളൊക്കെ ആയിട്ട് വന്ന് ഇപ്പൊ ഇവിടെ വന്ന് കുറച്ച് കഴിയുമ്പോ ഇടിയും പിടിയും ബഹളവും ഒക്കെ ആയി കഴിഞ്ഞ് എന്ത് ചെയ്യും? പോലീസ് വരും. അപ്പൊ ക്രമസമാധാന പ്രശ്നമായില്ലേ? അപ്പോഴും ഈ പറയുന്ന ഇവരെല്ലാം എടുത്തോണ്ട് പോകുള്ളൂ, വണ്ടി എപ്പോഴും ഇവിടെ കിടക്കുമല്ലേ? അതെ. വണ്ടി അല്ലെങ്കിൽ കേസിന്റെ എന്തെങ്കിലും ബന്ധപ്പെട്ട് വണ്ടി അതിന്റെ ഭാഗമായി കഴിഞ്ഞാൽ വണ്ടി കൊണ്ടുപോകും. വണ്ടിയിൽ എന്തെങ്കിലും അനാവശ്യ സാധനങ്ങൾ GST-കാരടക്കം വന്ന് നോക്കിയപ്പോഴൊന്നും ഒന്നുമില്ല. അപ്പൊ ഈ പറഞ്ഞ പോലെ അതല്ലല്ലോ അതിന്റെ ശരി. അപ്പൊ നമ്മളല്ലല്ലോ ശരിക്കും പറഞ്ഞു എടുക്കേണ്ട ആള്. അതെ. നമ്മളാണോ? അല്ല. നമ്മള് ഇതിനകത്ത് പണിയെടുക്കേണ്ട ആൾക്കാരല്ല. നമ്മൾ ഇതൊക്കെ പുറത്തുനിന്ന് വീക്ഷിക്കേണ്ട ആൾക്കാരാണ്. സത്യത്തിൽ പണിയെടുക്കേണ്ടത് ആരാ? ഈ സ്റ്റേറ്റും അതോറിറ്റിയും. ഇപ്പൊ മന്ത്രിയുടെ ചവിട്ടിൽ കൂടെ ഹോൺ അടിച്ചു എന്ന് പറഞ്ഞുകൊണ്ടാണ് മന്ത്രി ഹോൺ ഊരിച്ചത്. അപ്പൊ അതിന്റെ പിറ്റേ ദിവസം തൊട്ട് കൃത്യമായിട്ട് ഇവിടെ നടപടി എടുക്കാനുണ്ടായിരുന്നു. അതാ 2 ദിവസം പ്രകസനം കഴിഞ്ഞ് കഴിഞ്ഞപ്പോ
അത് നിർത്തി. ഇപ്പോഴും ഉദ്യോഗസ്ഥൻ എവിടെ? അതാണല്ലോ എന്റെയും ചോദ്യം. വന്നില്ല. ഉദ്യോഗസ്ഥൻ എവിടെ? നിയമലംഘനങ്ങൾ ഇത്രയും പേര് ഇവിടെ ഇന്ന് പരസ്യമായിട്ട് കാണിച്ചിട്ടും MVD ഉദ്യോഗസ്ഥൻ എവിടെ? 24 മണിക്കൂറും ഡ്യൂട്ടിയിൽ കാണേണ്ട ആ ഉദ്യോഗസ്ഥൻ എവിടെയാണ്? ഒളിവിലാണോ എന്നുള്ളത് അറിയാനുള്ള ജിജ്ഞാസ എന്നെപ്പോലെ തന്നെ ഇവിടെ കൂടിയിരിക്കുന്ന എല്ലാവർക്കുമുണ്ട്. അതോ MVD ഉദ്യോഗസ്ഥൻ്റെ മൊബൈൽ നമ്പറും ഫോട്ടോയും വെച്ച് ലുക്കൗട്ട് നോട്ടീസ് ഈ കാണുന്ന മതിലുകളിലും പോസ്റ്ററുകളിലും ഒക്കെ ഒട്ടിക്കണമോ എന്ന് ചോദിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.